എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റും ലോട്ടസ് ടെമ്പിളും നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരിട്ട് വീഡിയോ വയ്ക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിട്ടൊന്ന് മൂന്നാമത്തെ ദിവസം. അങ്ങനെ എല്ലാ ഹോട്ടലുകളിലും നമ്മൾ താമസിച്ചപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഡിഷസ് ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഫുഡൊക്കെ കഴിക്കാം, ഫ്രൂട്ട്സൊക്കെ ആവശ്യം പോലെ കേട്ടോ. പിന്നെ തലേദിവസം വൈകുന്നേരം നല്ല പെരും മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ചൂടിന് ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് അക്കോമഡേഷൻ. കണ്ടോ, ബസ്സൊക്കെ പോകണുണ്ട്, ഒക്കെ ഇലക്ട്രിക് ബസ്സാട്ടോ. മുകളിൽ കൂടെ മെട്രോ പോകുന്നു. എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു കേട്ടോ, താമസമായാലും ഫുഡൊക്കെ ആയാലും. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാൻ പോകാം കേട്ടോ. ഇത് കണ്ടോ, കഴിഞ്ഞ തലേദിവസം വൈകുന്നേരം മഴയൊക്കെ പെയ്താലും മൊത്തം വെള്ളം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റൊക്കെ കാണാൻ പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയിൽ വന്നാലും എങ്ങനെ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാണ്ട്. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ ഒരു അണ്ടർ പാസ്സൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാണ്ട്. ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നും. കുറച്ച് നടന്ന് പോകണം കേട്ടോ. പിള്ളേരോടൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും കുഴപ്പമില്ല. രാവിലെ ഞങ്ങൾ പോകുന്നുണ്ട്, അതുവരെ നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഈ അണ്ടർ പാസ്സൊക്കെ പോകണമെങ്കിൽ പോകുമ്പോൾ മൊത്തം ചുവന്ന കല്ലുകൾ കൊണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ സൈഡൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ഇൻഫോർമേഷൻസും പോകുന്ന റൂട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാട്ടോ ഈ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്തില്ലേ തലയുയർത്തി പിടിച്ചിരിക്കുന്ന സ്മാരകത്തിന്റെ ഭംഗിയില്ലേ വേറൊന്നും തന്നെ കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടോ ഈ സ്മാരകം പണിതിരിക്കണേ. അതുപോലെ തന്നെ അന്ന് മരിച്ച സൈനികരുടെ പേര് ഇന്ത്യ ഗേറ്റിന്റെ വാളുമേ എഴുതി വെച്ചിട്ടുണ്ടോ. 1921 ഫെബ്രുവരി 10 കേട്ടോ ഇതിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യണേ. 1931 ആയപ്പോഴേക്കും ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 42 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ഇന്ത്യ ഗേറ്റിന്റെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല കേട്ടോ. രാത്രി 7:30 തുടങ്ങി 9:30 വരെ സ്പെഷ്യൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനകത്ത് കേട്ടോ. അതാണ് അമർ ജവാൻ ജ്യോതി എന്നുള്ള അറിയപ്പെടുന്നത്. എല്ലാ റിപ്പബ്ലിക് ഡേക്കും അവിടെ റിപ്പബ്ലിക് പരേഡും പ്രൈം മിനിസ്റ്ററൊക്കെ അവിടെ വരും കേട്ടോ. പിന്നെ ഇന്ത്യ ഗേറ്റിന്റെ മുകളിൽ ഇന്ത്യ എന്ന് എഴുതിന്റെ താഴത്തെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വേറെ ഒന്നും കേട്ടോ, നമ്മൾ തുടക്കം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചാണ്. ഇന്ത്യ ഗേറ്റ് കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. ലോട്ടസ് ടെമ്പിൾ, ബഹായ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. വിദേശികളും സ്വദേശികളുമായ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. രാവിലെ 10 മണി തുടങ്ങി 6 മണി വരെ ഓപ്പണാണ്. ഫീസൊന്നുമില്ല കേട്ടോ, പക്ക ഫ്രീ ആണ്. അതിശയകരമായി ഈ ക്ഷേത്രമില്ലേ താമരപ്പൂവിൻ്റെ മോഡലാട്ടോ. അതാണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലൊരു നിർമ്മിതി കേട്ടോ ഈ ലോട്ടസ് ടെമ്പിൾ. 1986 ഡിസംബറിലാണ് ഇത് സന്ദർശകർക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോണ സമയത്തില്ലേ 2 സൈഡിലായിട്ടുള്ള ഗാർഡൻ സെറ്റ് വെച്ചിട്ടുണ്ടാവും. എന്താ ഒരു ഭംഗി എന്നറിയാമോ. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് എല്ലാവരും കയറാം കേട്ടോ. കയറുന്ന സമയത്ത് ചെരുപ്പിടാൻ പാടില്ല. അതുകൊണ്ട് പുറത്തൊരു സഞ്ചി പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ചെരുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഒരേ ടൈമിൽ 2500 പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. പ്രത്യേകിച്ച് വിഗ്രഹങ്ങളോ ആർട്ട് വർക്കുകളോ പെയിൻറ്റിങ്ങുകളോ ഒന്നുമില്ല കേട്ടോ. 26 ഏക്കറിലാട്ടോ ഈ ക്ഷേത്രം ഇരിക്കണേ. ഗ്രീസിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിൾ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കണേ. 27 ദളങ്ങളുള്ള ചുറ്റും 9 എന്താ പറയുക ജലാശയങ്ങൾ, അതായത് താമരപ്പൂ നിൽക്കണ ആ ഒരു മോഡലിലാട്ടോ ഇത് നിർമ്മിച്ചു വെച്ചേക്കണേ. ഇന്ന് നമ്മൾ കണ്ട് ഇന്ത്യ ഗേറ്റ് ആയാലും ലോട്ടസ് ടെമ്പിൾ ആയാലും അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണേണ്ട സംഭവം തന്നെ അല്ലേ. എന്താ ഒരു ഭംഗി നോക്കണേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ നേരെ തിരിച്ച് ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോകണേ. ഇത്ര സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ഥലത്തേക്കില്ലേ നമ്മൾ മൂക്ക് ഒത്തിരി നമുക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പോകണമെങ്കിൽ കുറേ മങ്കീസിൻ്റെ കണ്ടാലും വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി ഇതും കൂട്ടി അപ്പോസിറ്റൊക്കെ അത് കാണിച്ചു കൊടുത്തു.
പിന്നെ എന്താ പറയുക, നമ്മൾ ബോംബെയിലും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് വന്നെ കണ്ടോ പ്രാവുകൾ കണ്ടോ, കുറേ പേര് വന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കാരണം എന്താ പറയുക, പ്രാവുകളുടെ ചാകരയാണ് അവിടെ. ഈ 2 സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞ് നടന്നു വന്നപ്പോഴേക്കും വിശന്നോട്ട് ശരിക്കും. പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ തന്നെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടുന്നൊരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഇത്ര നേരം കണ്ട ഒരു ഏരിയയിലാട്ടോ. ചില സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ നമ്മൾ മൂക്ക് പൊത്തിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വൃത്തിഹീനമായ ഏരിയയും അതുപോലെ തന്നെ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് കുത്താൻ പറ്റില്ല, അതേപോലെ തിരക്കായിരുന്നു. പിന്നെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി നേരെ നമ്മൾ ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. ഇനി ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. അത് റൂം ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുന്നു കേട്ടോ. പോകുന്ന വഴി ടണലൊക്കെ കാണും കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രസമാണ്. ചില ഏരിയ മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ നല്ല ഭംഗിയാണ്. ഇനി ഈ ട്രിപ്പിൽ 3 ദിവസത്തെ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു ടീമാണ് ഫൺ ഡേ ഹോളിഡേയ്സ് ടീം. അവർ ചെയ്ത സപ്പോർട്ട് ഡൽഹിയിലും അവരുടെ സ്റ്റാഫ് നമുക്ക് കട്ടയ്ക്ക് കൂടുതൽ കയറുന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ ടെൻഷനായിരുന്നു. 3 പിള്ളേരും കൊണ്ട് വരണം, പിന്നെ എന്താ പറയുക ഇത് എങ്ങനെയാവുന്നു. പക്ഷേ ഹോട്ടലും ഫുഡൊക്കെ എവിടെയൊക്കെ താമസിച്ചോ അവിടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഇന്നോവ ക്രിസ്റ്റ വണ്ടിയും എന്ത് സപ്പോർട്ടിനും 24/7 അവരുടെ സ്റ്റാഫ് നമ്മുടെ കട്ടയ്ക്ക് കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. എല്ലാവരും ചോദിച്ചു ഈ ചൂടും ഈ 3 പിള്ളേരെ കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. പിന്നെ എന്താ പറയുക, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു കേട്ടോ. അങ്ങനെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയേക്കാട്ടോ. ആദ്യമായിട്ട് ഇവിടെ വരണേ. എന്തൊരു വലിയ എയർപോർട്ടാന്ന് പറയുമോ, ഇതിൻ്റെ അകത്തില്ലാത്ത സെറ്റപ്പില്ല കേട്ടോ. 2023 ഏറ്റവും ക്വാളിറ്റി സർവീസുള്ള അവാർഡും നമ്മുടെ ഡൽഹി എയർപോർട്ടിലൂടെ കിട്ടിയേ. അങ്ങനെ ചെക്കിനും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്ത്യയുമാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കുറച്ച് സമയം എടുക്കും. പിന്നെ ഫ്ലൈറ്റിൻ്റെ അത് ഫുഡൊന്നും കിട്ടില്ലല്ലോ. അത് കാരണം പിള്ളേർക്ക് മാക്ഡോണൾഡ്സ് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എയർപോർട്ടിൻ്റെ പുറത്തുള്ള ഗാർഡനും കാര്യങ്ങളും ഇൻറ്റീരിയറൊക്കെ ആയാലും നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും എന്താ പറയുക, മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഒരു നമ്മളെന്താ പറയുക വിദേശ രാജ്യങ്ങളൊക്കെ പോണ ആ എയർപോർട്ടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ബാക്കിയുള്ള എയർപോർട്ടിലും ഉണ്ട്, എന്നാലും ഞാൻ ഇവിടെ വന്നുകൊണ്ട് എനിക്ക് പുതുമായിട്ട് തോന്നിയതായിരിക്കും. എന്നാലും സംഭവം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറാം. ഇനി നേരെ കാലിക്കറ്റ് പോയി ഇറങ്ങി നൈറ്റ് 2 മണി അങ്ങോട്ട് അവിടെ എത്തുമ്പോൾ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് അവിടെ നിന്ന് കണ്ണൂർക്ക് ട്രെയിൻ. കാലിക്കറ്റ് എത്തി. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ എടുത്തിരുന്നത്, ജസ്റ്റ് ഒരു നൈറ്റ് കിടക്കാൻ വേണ്ടി. അതിൻ്റെ താഴത്തെ റെസ്റ്റോറൻറ്റ് എടുത്ത് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒരു ചായ കുടിച്ച് കിടന്നുറങ്ങി രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡൽഹി ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കണം. ഇതിൻ്റെ കട്ട സപ്പോർട്ട് കൂടെ വേണം. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വീഡിയോ കാണണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.